لم نرتجي كشف ضر في كل حادثة في كل نائبة إلا من الله. لم نرتجي كشف ضر ثم حادثة في كل نائبة إلا من الله. ولو متى سيدنا ومولانا محمد കരുണക്കടലായ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ ഒരുമിച്ച് കൂടിയതുപോലെ ജന്നാത്തുൽ ഫിർദൗസിൽ ഹബീബ് തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊപ്പം സച്ചരിതരായ സലഫു സ്വാലിഹീങ്ങളോടുകൂടി ഒരുമിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളെയും അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് വിട്ടുപുറത്ത് മാപ്പാക്കുമാറാകട്ടെ. പ്രിയമുള്ള സത്യവിശ്വാസികളെ, മരണാസന്നനായി കിടക്കുന്ന ഒരു വ്യക്തിയുടെ അരികിൽ ചെയ്യേണ്ട കർമ്മങ്ങളെ പറ്റിയാണ് കഴിഞ്ഞയാഴ്ച നമ്മൾ സംസാരിച്ചത്. ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ മലക്കുകൾ കടന്നു വരുന്നതിന് തടസ്സമായ രൂപങ്ങൾ, അതേപോലെ ജനാപത്തുള്ള ആളുകൾ, നായ, ഇതെല്ലാം അവിടെ നിന്നുകൊണ്ട് നീക്കപ്പെടേണ്ടതുണ്ട്. അങ്ങനെയുള്ള സ്ഥലത്ത് അല്ലാഹുവിന്റെ മലക്കുകൾ, റഹ്മത്തിന്റെ മലക്കുകൾ കടന്നു വരില്ല. അതേപോലെ തന്നെ മരണാസന്നനായി കിടക്കുന്ന ആൾക്ക് ശക്തമായ ദാഹം ഉണ്ടാവും. അപ്പോൾ അയാൾക്ക് വെള്ളം കൊടുക്കണം. അതേപോലെ തന്നെ സൂറത്തു യാസീനും സൂറത്ത് റഅദുമെല്ലാം പാരായണം ചെയ്യുന്നതിന് അതിന്റെ മഹത്വങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞയാഴ്ച പറഞ്ഞു. ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് ഇബ്ലീസ് അവന്റെ അടുക്കൽ വന്നുകൊണ്ട് മുത്ത് യഹൂദിയൻ നസ്രാനിയ, നീ യഹൂദിയോ അല്ലെങ്കിലോ നസ്രാനിയോ ആയി മരിക്കുകയാണെങ്കിൽ ഖുൽ ലാ ഇലാഹ ഇല്ലാ ഗൈരി, ഞാനല്ലാതെ വേറൊരു ഇലാഹില്ല എന്ന് നീ പറയുകയാണെങ്കിൽ അസുഖു അലൈക്കൽ മാ, നിനക്ക് വെള്ളം തരാമെന്ന് പറഞ്ഞിട്ട് ഇബ്ലീസ് അവന്റെ അടുക്കലേക്ക് ഫിത്നയുമായി കടന്നു വരും. ആ സമയത്ത് സ്വാലിഹായ മനുഷ്യനാണെങ്കിൽ ഇബ്ലീസിനെ ആ വെള്ളം കുടിക്കാതെ, ഇബ്ലീസ് പറയുന്നത് കേൾക്കാതിരിക്കുന്ന സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വരികയും ഫയത്രുഖഹു, ആ ഇബ്ലീസിനെ ആട്ടി ഓടിക്കുകയും ആ മനുഷ്യന് വെള്ളം കൊടുക്കുകയും ചെയ്യും. അപ്പൊ അയാള് മയ്യത്ത്, അയാളെ പുഞ്ചിരിച്ചുകൊണ്ട് മരിക്കും എന്നൊക്കെ നമ്മൾ കഴിഞ്ഞയാഴ്ച പറയുകയുണ്ടായി. അതുപോലെ ഒരാൾ മരിക്കാൻ വേണ്ടി കിടക്കുമ്പോൾ മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാന്മാരായ ഇമാമിങ്ങള് രേഖപ്പെടുത്തുന്നുണ്ട്, ആദ്യമായി ചെയ്യേണ്ട കാര്യം അയാളെ ഖിബ്ലക്ക് നേരെ തിരിച്ചു കിടത്താനുള്ളതാണ്. ഇത് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. ഫിഖിന്റെ ഗ്രന്ഥമായ തുഹ്ഫയിലും മുഗ്നിയിലും അതുപോലെ നിഹായയിലും എല്ലാം ഫത്ഹുൽ മുഈൻ അടക്കമുള്ള ഗ്രന്ഥങ്ങളിൽ കാണാം ഖിബ്ലക്ക് നേരെ തിരിച്ചു കിടത്തുക. ഈ ഖിബ്ലക്ക് നേരെ തിരിച്ചു കിടത്തുക എന്ന് പറയുമ്പോൾ 3 രൂപത്തിലാണ് അതുള്ളത്. ഒന്നാമതായി വലതുഭാഗത്തിന്റെ മേൽ ചരിച്ചുകൊണ്ട് ഖിബ്ലക്ക് കിടത്തുക, വലത്തെ ഭാഗത്തിന്റെ മേൽ ചരിച്ചുകൊണ്ട് ഖിബ്ലക്ക് കിടത്തുക. ഈ ഖിബ്ലക്ക് തിരിച്ചു കിടത്താന്ന് പറയുമ്പോൾ പൂർണ്ണമായിട്ട് നീളം ആ മനുഷ്യന്റെ ശരീരം വലതുഭാഗത്തേക്ക് തിരിച്ചുകൊണ്ട് കിടത്തണം. രണ്ടാമത്തേത് ഇടതുഭാഗത്തിന്റെ മേൽ തിരിച്ചുകൊണ്ട് ഖിബ്ലക്ക് അഭിമുഖമായിട്ട് കിടത്തുക. മൂന്നാമത്തെ രൂപം എന്ന് പറയുന്നത് കാലിന്റെ പള്ള ഖിബ്ലക്ക് നേരെ വരുന്ന രൂപത്തിൽ. സാധാരണ നമ്മൾ പറയാറുണ്ട് ഖിബ്ലക്ക് നേരെ കാല് കെട്ടിയിരിക്കരുത്, അതൊരു അതപകേടാണ്. ചുമ്മാ അവരുടെ കാല് കെട്ടിയിരിക്കുക. അതേ സമയത്ത് കിടക്കുമ്പോൾ ഇങ്ങനെ മൂന്നാമത്തെ രൂപമുണ്ട്. ഖിബ്ലക്ക് നേരെ കാൽ കെട്ടിയിട്ട് നേരെ മലർന്നുകൊണ്ട് ഖിബ്ലക്ക് അഭിമുഖമായി കിടത്തുക. മാനങ്ങൾ പറയുന്നത് അലൈഹി അമലുന്നാസ്, ഇതാണ് അധികം ജനങ്ങളും ചെയ്യുന്ന ഒരു രീതി. നമ്മുടെ നാട്ടു നടപ്പൊക്കെ അധികം അങ്ങനെയാണ്. എന്നാൽ പല സ്ഥലത്തും ഇന്ന് കാണാം ഈ 3 രൂപത്തിലല്ലാത്ത ഒരു കിടത്തം. അതെങ്ങനെ? നേരെ കിടത്തിയിട്ട് തല മാത്രം ഖിബ്ലക്ക് നേരെ തിരിച്ചു വെക്കും. വലതുഭാഗത്തിന്റെ മേൽ തിരിച്ചു കിടക്കാന്ന് പറഞ്ഞു.
അല്ലെങ്കിൽ ഇടതുഭാഗത്തിന് വേണ്ടി, അതൊന്നും ചെയ്യാതെ നേരെ കിടത്തിയിട്ട് തല മാത്രമായിട്ട് കിബിലക്ക് നേരെ തിരിച്ചു കിടത്തും. ഇങ്ങനെ ഒരു രീതി ശരിക്ക് കർമ്മശാസ്ത്രത്തിൽ ഇല്ലാത്തതാണ്. ഫുഖഹാക്കൾ അത് പഠിപ്പിക്കാത്ത ഒരു രീതിയാണ്. ഈ രൂപത്തിൽ തിരിച്ചു കിടത്തുമ്പോൾ അതിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തലയിണയോ മറ്റോ വച്ചുകൊണ്ട് അയാളുടെ ആ ശരീരത്തിന്റെ ഭാഗം ബാലൻസ് ചെയ്തുകൊണ്ട്, തലയോ മറ്റോ ബാലൻസ് ചെയ്തുകൊണ്ട് നിർത്തേണ്ടതാണ്. ഈ മൂന്ന് രൂപമല്ലാതെ നാലാമതൊരു രൂപം, അതാണ് പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ പല സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് കാണാം. ഇത് കർമ്മശാസ്ത്രത്തിൽ ഇതിനൊരു തെളിവില്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. കാരണം വെറുതെ ഇങ്ങനെ മലത്തിൽ കിടത്തിയിട്ട് തല മാത്രമായിട്ട് ചലിച്ചുകൊണ്ട് ഇവർക്ക് അഭിമുഖമായി കിടത്തുന്ന ഒരു രീതി ഫുഖഹാക്കൾ പഠിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് നല്ല സുഗന്ധം തേച്ചു കൊടുക്കണം. അല്ലാഹുവിന്റെ മലക്കുകൾ വരും. മഹാനായ സൽമാൻ ഫാരിസി റളിയല്ലാഹു അൻഹു മരിക്കുന്നതിന് തൊട്ട് മുമ്പ് ഭാര്യയെ വിളിച്ചുകൊണ്ട് പറഞ്ഞതാണ്, ഇതിന് കുറച്ച് വിരുന്നുകാർ വരാനുണ്ട്, അതുകൊണ്ട് നിന്റെ കയ്യിൽ ഞാൻ ഏൽപ്പിച്ചിട്ടുള്ള അത്തറെടുത്ത് തരാൻ വേണ്ടി പറഞ്ഞു. അത്തർ തേച്ചു ഭാര്യയോട് പറഞ്ഞു ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേൾക്കുമ്പോൾ വിരുന്നുകാർ വന്നതിന്റെ തെളിവാണ്. അവർ പോയി കഴിയുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് കേട്ട് കഴിയുമ്പോൾ നീ വരണോ എന്ന് പറഞ്ഞു. വന്നു നോക്കുമ്പോൾ ഭർത്താവ് പുഞ്ചിരിച്ചുകൊണ്ട് മരണപ്പെട്ട് കിടക്കുകയാണ്. അപ്പോഴാണ് ഭാര്യയ്ക്ക് മനസ്സിലായത് അള്ളാഹുവിന്റെ മലക്കുകളാണ് അവിടെ അതിഥികളായി എത്തിയിട്ടുള്ളത്. അപ്പോ സുഗന്ധങ്ങൾ തേക്കുക. ഒരാൾ മരണസന്നനായി കഴിയുമ്പോൾ നമുക്ക് തന്നെ മരിക്കാണെന്ന് ഉറപ്പാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ നല്ല സുഗന്ധം തേക്കണം. അല്ലെങ്കിലോ നമ്മുടെ കുടുംബങ്ങളോ മറ്റോ മരണാസന്നായി കിടക്കുകയാണെങ്കിൽ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? സുഗന്ധങ്ങൾ തേച്ചു കൊടുക്കണം അവർക്ക്. അതേപോലെ തന്നെ മരിക്കുന്ന സമയമാകുമ്പോൾ ചുണ്ടിങ്ങനെ ഉണങ്ങും. ആ ചുണ്ട് ഉണങ്ങുമ്പോൾ വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കണം. ഉനിയത്തു ത്വാലിബീൻ എന്ന് പറയുന്ന ഗ്രന്ഥത്തിന്റെ 1-ാം വാള്യം 28-ാമത്തെ പേജിൽ പറയുന്നുണ്ട്, വെള്ളം കൊണ്ട് നനച്ചു കൊടുക്കണം. ഒരാൾ തീരെ വയ്യാതെ കിടക്കാണ്, മരണാസനായി കിടക്കുക, അപ്പോൾ കൊണ്ടുപോയിട്ട് അയാളുടെ വായിൽ കാര്യങ്ങൾ പ്രതികരിക്കാൻ കഴിയില്ല. ഉള്ള വെള്ളം മുഴുവൻ ഇങ്ങനെ ഒഴിച്ചു കൊടുത്ത് ഇടങ്ങേറാക്കരുത്. അയാൾക്ക് വെള്ളം എത്രയാണ് ആവശ്യമുള്ളത് അനുസരിച്ചുകൊണ്ട് ചുണ്ട് ഉണങ്ങുന്നതനുസരിച്ചുകൊണ്ട് നനച്ചു കൊടുക്കണം. അതേപോലെ തന്നെ തേൻ കൊടുക്കലും. മരിക്കുന്ന ആ സമയത്ത് തേൻ ഉണ്ടാവൽ. തേൻ എന്ന് പറഞ്ഞാൽ ഖുർആനിൽ ഒരുപാട് മഹത്വം എടുത്തു പറഞ്ഞ സൂറത്തുൻ നഹ്ൽ എന്ന് പറഞ്ഞിട്ട് ഒരു അധ്യായം തന്നെ ഉണ്ട് തേനീച്ചയെ പറ്റി പറയുന്ന. വൗഹാ റബ്ബുക ഇലൻ നഹ്ൽ അനിത്തഖിദി മിനൽ ജിബാലി ബുയൂതൻ ومن الشجر مما يعرشون ثم كلي من كل الثمرات فاسلكي سبل ربك ذللا يخرج من بطونها شراب مختلف ألوانه فيه شفاء للناس. ഉമ്മത്തിനെ മാനവികർക്ക് മുഴുവനും ശിഫയാണെന്ന് ഖുർആൻ പറഞ്ഞ അത് കൊടുക്കൽ സുന്നത്താണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൊടുക്കുമായിരുന്നു. സുന്നൂഹാത്തുൽ മക്കിയയുടെ 119-ാമത്തെ പേജിലും അതുപോലെ അൽ ബറക്കത്ത് എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെല്ലാം ഇത് കാണാവുന്നതാണ്. അതേപോലെ തന്നെ ഈ മരണാസന്നനായി കിടക്കുന്ന വ്യക്തി അയാൾക്ക് സ്വന്തമായി ഉളൂ എടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണുള്ളതെങ്കിൽ അയാളെ കൊണ്ട് ഉളൂ എടുപ്പിക്കൽ സുന്നത്താണ്. മരിക്കുന്ന സമയത്ത് ഉളൂ ഉണ്ടാവുക. 84-ാമത്തെ പേജിൽ പറയുന്നുണ്ട്. ഇനി ഒരാൾക്ക് സ്വന്തമായി ഉളൂ എടുക്കാൻ കഴിയുന്ന ഒരാളാണ്, മരണത്തിന്റെ ആ ലക്ഷണങ്ങളൊക്കെ കണ്ടു മരിക്കുമെന്ന് ഉറപ്പാണെങ്കിൽ അയാൾ എന്ത് ചെയ്യണം? ഉളൂ എടുക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ കലിമ ചൊല്ലി കൊടുക്കുക. ആ മനുഷ്യന് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി കൊടുക്കുക. അപ്പൊ 6 കാര്യങ്ങൾ അവിടെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഒന്നാമതായിട്ട് നിർബന്ധിച്ച് കേൾപ്പിക്കാൻ പാടില്ല. അപ്പ ചെല്ല് എന്ന് പറഞ്ഞിട്ട് നമ്മൾ നിർബന്ധിക്കാൻ പാടില്ല. കാരണം ഹിദായത്ത് എന്ന് പറഞ്ഞ അല്ലാഹുവിന്റെ അടുക്കൽ നിന്നുള്ളതാ. ഇന്നല്ലാഹ ലാ യഹ്ദി മൻ അഹ്ബബ്ത വലാകിൻ അല്ലാഹു യഹ്ദി മൻ യശാ. നമ്മൾ പറഞ്ഞു കൊടുക്കുക. നിർബന്ധപൂർവം ഒരാളെ പറഞ്ഞുകൊണ്ട് ചെല്ല് എന്ന് പറഞ്ഞുകൊണ്ട് ചെല്ലിപ്പിക്കാൻ പാടില്ല. മയമായിട്ട് പറയാം, പാപ്പിച്ചി ചെല്ല് എന്ന് പറഞ്ഞ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇനി അയാൾ എന്ത് ചെയ്തു? സംസാരിച്ചു. മരിക്കാൻ വേണ്ടി കിടക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുത്തു. പിന്നെ സംസാരിക്കുകയാണെങ്കിൽ വീണ്ടും ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. കാരണം മൻ കാന ആഖിറു കലാമിഹി ദഖലൽ ജന്ന. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, മൻ കാന ആഖിറു കലാമിഹി, ഒരാളുടെ അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാവുകയാണെങ്കിൽ ദഖലൽ ജന്ന, അയാൾ സ്വർഗ്ഗത്തിലാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് തന്നെ നബി തങ്ങൾ പറഞ്ഞു, ലക്കിനു മൗതാകും ലാ ഇലാഹ ഇല്ലല്ലാഹ്
മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ, മരണത്തെ മുഖാമുഖം കണ്ട് കിടക്കുന്ന വ്യക്തിയുടെ അടുക്കൽ നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണേ. കാരണം അവസാനത്തെ കലാമ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആണെങ്കിൽ അയാൾ സ്വർഗ്ഗത്തിലാണെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. എത്രയോ സ്വാലിഹീങ്ങൾ ഇരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിച്ചവരുണ്ട്. നമ്മുടെയൊക്കെ അനുഭവങ്ങളിൽ എത്രയോ ആളുകൾ, ഈ വിനീതന്റെ ഭാര്യയുടെ വല്യപ്പ 40 വർഷത്തോളം തൃശ്ശൂർ ജില്ലയിലെ ചെളിനാട് എന്ന് പറയുന്ന പ്രദേശത്ത് ഖതീബായിരുന്നു. സാധാരണ ലീവിന്റെ വീട്ടിൽ വന്നതാണ്. പെട്ടെന്നൊരു നെഞ്ചുവേദന, ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി 2 പ്രാവശ്യം ചൊല്ലി, മൂന്നാമത്തേതിന് ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന് ചൊല്ലുമ്പോൾ ഈ ലോകത്തിൽ നിന്ന് വിട പറഞ്ഞു പോവുകയാണ്. എത്രയോ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ കുടുംബാദികൾ, അല്ലാഹുവിന്റെ ദീനനുസരിച്ച് ജീവിച്ച മുഅ്മിനീങ്ങൾ, അവര് മരിക്കുമ്പോ ഈമാൻ വിട്ട് മരിക്കും. അങ്ങനെ മരിക്കാൻ ഭാഗ്യം അല്ലാഹു നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ട് മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആളുകൾക്ക് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണേ. അപ്പൊ രണ്ടാമത്തെ കാര്യം പറയുന്നത് നിർബന്ധിച്ചു ചെല്ലാൻ കൊടുക്കാൻ പാടില്ല. അതേപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാ ചൊല്ലിക്കൊടുക്കേണ്ടത്. അവിടെ മുഹമ്മദ് റസൂലുള്ളാഹ് എന്നോ അല്ലെങ്കിൽ ഈസാ റസൂലുള്ളാഹ് എന്നോ അതൊന്നും ചെല്ലാൻ പാടില്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആ കലിമത്തു തൗഹീദ്, അതാണ് ചൊല്ലിക്കൊടുക്കേണ്ടത്. അതാണ് യഥാർത്ഥ സുന്നത്ത് എന്നാണ് മഹാന്മാരായ ഇമാമിങ്ങൾ പഠിപ്പിക്കുന്നത്. അതുപോലെ സംസാരിച്ചു കഴിഞ്ഞാൽ പിന്നെ ചൊല്ലിക്കൊടുക്കണം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന്. അതേപോലെ തന്നെ ഒരാൾക്ക് ഭ്രാന്തനായിരുന്നു, അല്ലെങ്കിൽ കുട്ടിയാണ്, മരിക്കാൻ വേണ്ടി കിടക്കാണ്, അപ്പോഴും അവർക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കൽ സുന്നത്താണ്. അതേപോലെ ഏറ്റവും അടുത്ത ആളുകൾ, ഇപ്പൊ വാപ്പ മരിക്കാൻ വേണ്ടി കിടക്കുക, അപ്പൊ മക്കള് ചൊല്ലിക്കൊടുക്കുന്നതിനേക്കാളും അനന്തരാവകാശികൾ ചൊല്ലിക്കൊടുക്കുന്നതിനേക്കാളും നല്ലത് വേറെ അകന്ന ബന്ധുക്കളോ അല്ലെങ്കിൽ മറ്റുള്ളവരോ ചൊല്ലിക്കൊടുക്കലാണ്. കാരണം എന്താ അറിയോ, ഈ മരിക്കാൻ വേണ്ടി കിടക്കുന്ന സമയത്ത് മനുഷ്യനാണല്ലോ, മരിക്കാൻ ആർക്കും ഇഷ്ടമുണ്ടാവില്ല. അപ്പൊ ആ സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മക്കൾ ചൊല്ലിക്കൊടുക്കുമ്പോ അമ്മമാർക്ക് ഈ സ്വത്ത് കിട്ടാൻ വേണ്ടി എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചു കിട്ടിയാൽ മതിയെന്ന് ആയിരിക്കും ചിന്ത എന്ന് ചിലപ്പോൾ ഇയാൾക്ക് തോന്നിയേക്കാം. അതുകൊണ്ട് ഏറ്റവും അടുത്ത അനന്തരാവകാശികളായ ആളുകൾ ചൊല്ലിക്കൊടുക്കുന്നതിനേക്കാളും നല്ലത് അല്ലാത്തവർ ചൊല്ലിക്കൊടുക്കുന്നതാണ് എന്ന് ഇമാമികൾ പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ ആരുമില്ല, നമ്മുടെ മക്കളെ ഉള്ളൂ, ഇനി വാപ്പ അങ്ങനത്തെ ചിന്തിക്കാത്ത ഒരാളാണ്. ആ സമയത്ത് ഏറ്റവും അഫ്ദൽ നമ്മൾ തന്നെ ചൊല്ലിക്കൊടുക്കലാണെങ്കിൽ അവിടെ നമ്മൾ തന്നെ മുന്നിട്ടുകൊണ്ട് കലിമ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പഠിപ്പിച്ചു 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കണം. 3 തവണ, മനസ്സിലായി? ഒരു വട്ടത്തിൽ നിർത്തരുത്, 3 തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലിക്കൊടുക്കുക മരിക്കാൻ വേണ്ടി കിടക്കുന്ന ആളുകളുടെ അടുക്കൽ. അതേപോലെ തന്നെ മരണാസന്നനായ വ്യക്തിയാണെങ്കിൽ അയാളുടെ നഖം വെട്ടിക്കൊടുക്കുക. നഖം വെട്ടല് ഏറ്റവും ശക്തമായ ഒരു സുന്നത്താണല്ലോ, ആ സുന്നത്ത് പാലിക്കുക. അതേപോലെ തന്നെ അയാളുടെ ഗുഹ്യ രോമങ്ങൾ, നമ്മൾ മരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പല ആളുകളും അതൊന്നും ശ്രദ്ധിക്കൂല. വെള്ളിയാഴ്ച പോലും നമ്മുടെ ഗുഹ്യ രോമങ്ങൾ അതൊന്നും നീക്കം ചെയ്യാത്ത ആളുകളുണ്ട്. ദുആ ഇജാബത്ത് ഉണ്ടാവില്ല. പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. വൃത്തിക്ക് ഏറ്റവും പ്രാധാന്യം കൊടുത്ത മതമാണ് പരിശുദ്ധമായ ഇസ്ലാം. അതുകൊണ്ട് നമ്മുടെ ശരീരത്തിലെ ഗുഹ്യ രോമങ്ങളെ എല്ലാം നമ്മൾ നീക്കം ചെയ്യണം. പ്രത്യേകിച്ച് ഒരാൾ മരണാസന്നനായി കിടക്കുകയാണെങ്കിൽ അയാളുടെ ശരീരത്തിന്റെ അത്തരത്തിലുള്ള ഭാഗങ്ങളിലൊക്കെ അയാള് വൃത്തിയാക്കണമെന്ന് ഫുഖഹാക്കൾ പഠിപ്പിക്കുകയാണ്. അതേപോലെ തന്നെ നല്ല വസ്ത്രം ധരിക്കുക. ആ ഇട്ടിരുന്ന വസ്ത്രം മാറ്റിയിട്ട് നല്ല വസ്ത്രം എന്ന് ഉദ്ദേശിച്ച രജസ്സൊന്നുമില്ലാത്ത അഴുക്കൊന്നുമില്ലാത്ത നല്ല വസ്ത്രം നമ്മൾ ധരിപ്പിച്ചു കൊടുക്കുക. അതേപോലെ തന്നെ മരണാസന്നനായ വ്യക്തി അയാൾക്ക് സ്വന്തമായി കുളിക്കാൻ കഴിയുന്ന ആളാണെങ്കിൽ കുളിക്കുക, അല്ലെങ്കിൽ കുളിപ്പിക്കാൻ കഴിയുമെങ്കിൽ കുളിപ്പിച്ചുകൊണ്ട് കിടത്തുക എന്ന് ഇതൊക്കെ നമ്മൾ ഫുഖഹാക്കൾ പഠിപ്പിച്ചു തരുന്ന കാര്യമാണ്. ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതേപോലെ തന്നെ മരിച്ചു കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. മരണാസന്നനായി കിടക്കുന്ന വ്യക്തിയെ ഒരിക്കൽ ശ്രദ്ധിക്കുന്നത് പോലെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാലും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ആദ്യമായിട്ട് അയാൾക്ക് ചെയ്തു കൊടുക്കേണ്ടത് അയാളുടെ കണ്ണുകൾ അടച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹാനായ അബൂ സലമ റളിയല്ലാഹു അൻഹു വഫാത്തായ
ആയപ്പോ ആദ്യമായി അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മഹദിയായ അബൂ സലമ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ പ്രാണപ്രേയസിയാണ്. അവർ പറയുന്നുണ്ട് قالت دخل رسول الله صلى الله عليه وسلم على ابي سلمة وهو ميت. അബൂ സലമ റളിയല്ലാഹു അൻഹു മരിച്ചു. അങ്ങനെ അദ്ദേഹം മയ്യിത്തായിട്ട് ഇങ്ങനെ കിടക്കുകയാണ്. ആ സമയത്ത് വഖദ് ശുക്ക ബസറുഹു ഫഅമ്മദഹു ثم قال മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടേക്ക് കടന്നു വന്നപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ കണ്ണുകൾ ഇങ്ങനെ തുറന്നിരിക്കുകയാണ്. അവിടുത്തെ ആത്മാവ് ഇങ്ങനെ പോയി. ആ സമയത്ത് കണ്ണുകൾ തുറന്നിരിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഫഅമ്മദഹു അവിടുത്തെ കണ്ണം അടച്ചു കൊടുത്തു. എന്നിട്ട് അവിടുന്ന് പറയുകയാണ് ثم قال ان الروح اذا قبض تبعه البصر اي ناظرا الى الروح اين تذهب. ഒരാൾ മരിക്കുന്ന സമയത്ത് അയാളുടെ ആത്മാവ് വിട്ടുപിരിയുമ്പോൾ ആ ആത്മാവിൽ ഇങ്ങനെ കണ്ണുകൾ ഇങ്ങനെ നോക്കും, അവസാനമായിട്ട് നോക്കും. അയിന തദ്ഹബു എങ്ങോട്ടാണ് പോകുന്നത് ഇങ്ങനെ നോക്കുമെന്ന് ഹബീബായ നബി തങ്ങൾ പറയുകയാണ്. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു ഇന്നൽ ഐന ആഖിറു ഷൈഇൻ യഖ്റുജു മിൻഹു റൂഹ്. ആദ്യമായിട്ട് ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് അവസാനമായിട്ട് റൂഹ് പോകുന്നത് അയാളുടെ കണ്ണിലൂടെയാണ്. അതുപോലെ മനുഷ്യ ശരീരത്തിൽ നിന്നുകൊണ്ട് ആദ്യമായി നശിക്കുന്നത് അതും കണ്ണാണ്. നമ്മൾ പറയാറുണ്ട് കണ്ണോക്ക് കണ്ണോക്ക് എന്ന്. മരിച്ചിട്ട് 3ന്റെ ദിവസത്തെ നമ്മൾ കണ്ണോക്ക് എന്ന് പറയും. ശരിക്കും കണ്ണ് പോകുന്ന ദിവസം അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മരിച്ചു കഴിഞ്ഞ 3ന്റെ ആദ്യമായിട്ട് ശരീരത്തിൽ നിന്നുകൊണ്ട് ജീർണിച്ചു പോകുന്നത് മനുഷ്യന്റെ കണ്ണാണ് എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. കിതാബ് റൂഹിൽ പറയുന്നുണ്ട് ഒരു മനുഷ്യന്റെ ശരീരവും ആത്മാവും തമ്മിൽ വിട്ടുപിരിഞ്ഞു, എന്നാലും ആ ശരീരവുമായിട്ട് ബന്ധമുണ്ടാകുമെന്നാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ നിന്നുകൊണ്ട് ആത്മാവ് വിട്ടുപിരിയുമ്പോൾ പോലും ആ ശരീരവുമായിട്ട് ആ ആത്മാവിന് ബന്ധമുണ്ടാകുമെന്ന് ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാന്മാരായ ഇമാമിയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. അതേപോലെ കണ്ണുകൾ അടച്ചു കൊടുക്കുമ്പോൾ നമ്മൾ ചെല്ലേണ്ടത് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്നാണ് ചെല്ലേണ്ടത്. പല ആളുകളും മയ്യത്തിനെ അങ്ങോട്ട് എടുത്തു വെക്കുമ്പോഴും ഒക്കെ കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോഴൊക്കെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്ന് ചെല്ലാറുണ്ട്. എന്നാൽ അത് ചെല്ലേണ്ടത് ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്ന് ചെല്ലേണ്ടത് കണ്ണടക്കുമ്പോഴാണ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പിന്തുടർന്നുകൊണ്ട് ബിസ്മില്ലാഹി അല്ലാഹുവിന്റെ നാമത്തിൽ ഞാൻ തുടങ്ങുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആയിരിക്കണം കണ്ണടക്കേണ്ടത്. വയുസബ്ബിഹു വയഹ്മിലുൽ മയ്യിത മയ്യിത്തിനെ ചുമക്കുമ്പോൾ, കുളിപ്പിക്കാൻ വേണ്ടി എടുക്കുമ്പോൾ, അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടി മയ്യത്തിനെ എടുക്കുമ്പോൾ, പള്ളിയിലേക്ക് കൊണ്ടുപോകാനൊക്കെ എടുക്കുന്ന സമയത്ത് ചെല്ലേണ്ടത് തസ്ബീഹാണ്. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ എന്ന ആ തസ്ബീഹാണ് ചെല്ലേണ്ടത്. അവിടെ ബിസ്മില്ലാഹി വഅലാ മില്ലത്തി റസൂലില്ലാഹി എന്നല്ല ചെല്ലേണ്ടത്. പലപ്പോഴും നമ്മുടെ നാടുകളിലൊക്കെ പല ആളുകളും ചെല്ലുന്നത് കേൾക്കാം. അത് അറിവില്ലായ്മയാണ്. അതേപോലെ ഈ കണ്ണ് കാണാത്ത ഒരു വ്യക്തിയാണെങ്കിലും കുരുടനായ വ്യക്തിയാണെങ്കിലും അയാളുടെ കണ്ണുകൾ അടച്ചു കൊടുക്കണമെന്നാണ് മരിക്കുന്ന സമയത്ത്. അതേപോലെ ഇനി ആരുമില്ല, ഒറ്റക്കാണ്, മരിക്കുന്ന സമയമാണ് എങ്കിൽ സ്വന്തമായിട്ട് കണ്ണുകൾ അടക്കാൻ പറ്റുമെങ്കിൽ ആ കണ്ണുകൾ അടച്ചു പിടിക്കണമെന്നാണ്. കാരണം മയ്യത്തിനെ കാണുന്ന ആളുകൾക്ക് അതൊരു അഭംഗി ഉണ്ടാക്കും, ഒരു ബുദ്ധിമുട്ടുണ്ടാക്കും. അതുകൊണ്ട് തന്നെ കണ്ണുകൾ അടച്ചു കൊടുക്കുക. അതേപോലെ അത് കഴിഞ്ഞാൽ പിന്നെ ചെയ്യേണ്ടത് വായ അടച്ചു കൊടുക്കുകയാണ് വേണ്ടത്. തലയുടെ ഭാഗത്ത് നിന്ന് ഒരു വീതിയുള്ള തുണിക്കഷ്ണം കൊണ്ട് എന്ത് ചെയ്യണം? നമ്മുടെ വായയും ഈ തലയും തമ്മിൽ ബന്ധിച്ചുകൊണ്ട് വായ അടച്ചു കൊടുക്കണം. കാരണം മയ്യത്തിന്റെ വായ തുറന്നിരിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്രാണികളും മറ്റുമൊക്കെ അകത്തേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ അടുത്തതായി ചെയ്യേണ്ടത് അയാളുടെ സന്ധികൾ മയപ്പെടുത്തി കൊടുക്കുക, ജോയിന്റുകൾ മയപ്പെടുത്തി കൊടുക്കുക. അതെങ്ങനെയാ ചെയ്യുന്നത്? നമ്മള് വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. ഈ മയ്യത്ത് പരിപാലനമൊക്കെ നടത്തുന്ന ആളുകള് കുറച്ച് കരുണയുള്ള ആളുകളായിരിക്കണം.
ചില ആളുകളൊക്കെ മയ്യത്തിനെ കുളിപ്പിക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, മയ്യത്ത് ഒരാളങ്ങ് മരിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ വലുയിനത്ത് വഫാസിനും അയാളുടെ ജോയിന്റുകൾ ഇങ്ങനെ മടക്കി വെക്കണമെന്ന് പറയുമ്പോൾ ചില ആളുകൾ ചെയ്ത കണ്ട നമുക്ക് വല്ലാത്തൊരു വിഷമം തോന്നിപ്പോകും. കാരണം ജിമ്മില് മക്കള് എക്സസൈസ് എടുക്കുന്നത് പോലെയാണ് ചില ആളുകൾ മയ്യത്തിനെ പിടിച്ചിട്ട് കൈ അങ്ങോട്ടും കൂടെ കാക്കുന്നത്. വളരെ മയത്തോടു കൂടെ ആയിരിക്കണം ചെയ്യേണ്ടത്. ആദ്യമായി കൈവിരലുകള് ഉള്ളം കൈയിലേക്ക്, കൈവിരലുകൾ ഇങ്ങനെ മെല്ലെ മെല്ലെ എടുത്തിട്ട് ഈ ഉള്ളം കൈയിലേക്ക് ഇങ്ങനെ മടക്കുക, നിവർത്തുക, മടക്കുക, നിവർത്തുക. ഇങ്ങനെ ഇടങ്ങേറാക്കി പിടിച്ചിട്ട് ഒരു ജീവിച്ചിരിക്കുന്ന ആളെ കൈ പിടിച്ച് ഇങ്ങനെ ആക്കണ പോലെ നെട്ടൊടിക്കുന്ന പോലെ ആക്കരുത്. ഒരു വിവരമില്ലാത്ത ഒന്നും അറിയാത്ത ആളുകളാണ് പലപ്പോഴും മരിച്ച് അറിവുള്ള ആളുകളാണ്, പക്ഷെ ഇവരവിടെ കയറി എല്ലാം അറ്റാക്ക് ചെയ്യും. എന്നിട്ട് അവരുടെ ഇഷ്ടത്തിന് ചെയ്യും. പ്രത്യേകം ശ്രദ്ധിക്കുന്നതാണ് ആദ്യമായി കൈവിരലുകൾ ഉള്ളം കൈയിലേക്ക് ഇങ്ങനെ മടക്കുക, പിന്നീട് മുഴം കൈയിലെ തോളം കൈയിലേക്ക് ഈ ഭാഗം ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക, ഇങ്ങനെ തോളം കൈയിലേക്ക് ഇങ്ങനെ മെല്ലെ മെല്ലെ, ഇപ്പൊ ഞാൻ കാണിക്കുന്ന അത്ര സ്പീഡൊന്നും ഉണ്ടാവാൻ പാടില്ല, വളരെ മെല്ലെ പിടിച്ച് ഇങ്ങനെ ആക്കുക. അതേപോലെ തന്നെ തണ്ടക്കാലിനെ തുടയിലേക്ക്, തണ്ടക്കാലെടുത്തുകൊണ്ട് തുടഭാഗത്തേക്ക് ഇങ്ങനെ മെല്ലെ മടക്കി വെക്കുക. അതേപോലെ തന്നെ തുടയുടെ ഭാഗത്തെ വയറിലേക്ക് ഇങ്ങനെ മടക്കി വെക്കുക. അത് ചെയ്യുന്നത് ഏറ്റവും അടുത്ത ആള് ചെയ്യലാണ് ഏറ്റവും നല്ലത്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് ഇതുപോലെ എന്റെ വാപ്പ അല്ലെങ്കിൽ എന്റെ ഏറ്റവും അടുത്ത ആളാണ് മരിച്ചതെങ്കിൽ ഞാൻ എന്ത് ചെയ്യും, വളരെയധികം ശ്രദ്ധിക്കും, വേദന വരാതെ. അല്ലാത്തവരാണെങ്കിലോ ജീവിതകാലത്ത് അവനെ എന്നെ കുറെ ഉപദ്രവിച്ചിട്ടുണ്ട്, ഒന്നും ചെയ്യാൻ പറ്റില്ല, അപ്പൊ കിട്ടിയ അവസരത്തിന് ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പിടിച്ചിട്ട് ചെറുപ്പാക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. ഏറ്റവും അടുത്ത ആളുകളായിരിക്കണം മയ്യത്തുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത്തരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യേണ്ടത്. അതേപോലെ അതേപോലെ തന്നെ മയ്യത്തിനെ ഉയർന്ന സ്ഥലത്ത് കൊണ്ടുപോയി വെക്കുക. അതൊരു അദബാണ്, ഉയർന്ന സ്ഥലത്ത് വെക്കുക. അത് കട്ടില് പോലെയുള്ള വസ്തുക്കളാണെങ്കിൽ കട്ടില് പോലെയുള്ള വസ്തുക്കളാണെങ്കിൽ ഏറ്റവും നല്ലത്. അതേപോലെ തന്നെ അയാളെ പുതക്കാൻ പാടില്ല. മയ്യത്തിനെ കട്ടിയുള്ള വസ്തുക്കൾ കൊണ്ട്, കട്ടിയുള്ള ഡ്രസ്സുകൾ കൊണ്ട് അല്ലെങ്കിൽ തുണികൾ കൊണ്ട് അയാൾ ആ മയ്യത്തിനെ പുതക്കാൻ പാടില്ല. വളരെ നേരിയ വസ്ത്രം കൊണ്ടായിരിക്കണം. കാരണം ചൂട് കൂടി കഴിഞ്ഞാൽ മയ്യത്ത് പെട്ടെന്ന് തന്നെ മയ്യത്തിന് ബുദ്ധിമുട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കൂടുതൽ സമയം നമുക്ക് കിടന്നാനോ മറ്റോ പറ്റില്ല. അതുകൊണ്ട് തന്നെ മയ്യത്തിനെ വളരെ നേരിയ വസ്ത്രം കൊണ്ടായിരിക്കണം മയ്യത്തിനെ ഇത് ചെയ്യേണ്ടത്, മയ്യത്തിനെ പൊതിയേണ്ടത്. ശരീരത്തിലുള്ള വസ്ത്രങ്ങൾ നീക്കം ചെയ്തുകൊണ്ട് നേരിയ വസ്ത്രം ധരിപ്പിക്കുക. മഹാനായ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായപ്പോൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഹബീബായ നബി തങ്ങളെ വളരെ നേരിയ വസ്ത്രങ്ങൾ കൊണ്ടായിരുന്നു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പുതപ്പിച്ചത് എന്ന് ഹദീസുകളിൽ കാണാം. ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ഇനി ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച പറയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സൂക്ഷ്മതയോടുകൂടി അമൽ ചെയ്യാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും ജുമുഅക്ക് മാക്സിമം നേരത്തെ വരിക. ഖുതുബ തുടങ്ങുമ്പോൾ പോലും പല ആളുകളും അവരുടെയൊക്കെ വർത്തമാനം പറയണമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. നമുക്ക് നേരത്തെ ജുമുഅ തീർക്കണം. കാരണം കുട്ടികൾ, സ്കൂൾ പഠിക്കുന്ന കുട്ടികളുണ്ട്, കോളേജിൽ പോകുന്നവരുണ്ട്, പല ഉദ്യോഗസ്ഥരും വാഹനങ്ങൾ വരെ നിർത്തിയിട്ട്, ബസ്സുകൾ നിർത്തിയിട്ട് ജുമുഅക്ക് വേണ്ടി വരുന്ന ആളുകളുണ്ട്. അപ്പോൾ നമുക്ക് ഇൻഷാ അല്ലാഹ് മാക്സിമം 9:30 മുമ്പ് തന്നെ നമുക്ക് സലാം കിട്ടുന്ന രൂപത്തിൽ നമുക്ക് ജുമുഅ ക്രമീകരിക്കേണ്ടതുണ്ട്. അപ്പോൾ മാക്സിമം എല്ലാവരും നേരത്തെ തന്നെ ജുമുഅക്ക് വേണ്ടിയിട്ട് വരിക. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്വീകരിക്കുമാറാകട്ടെ. ബാബരി മസ്ജിദ് പൊളിക്കപ്പെട്ടതിന്റെ ഓർമ്മകൾ അയവിറക്കപ്പെടുന്ന ഒരു സമയത്താണ് നമ്മൾ നിലകൊള്ളുന്നത്. 32 വർഷം മുമ്പ് അല്ലാഹുവിന്റെ പരിശുദ്ധമായ പള്ളി തക്ബീറിന്റെയും തഹ്ജീദിന്റെയും തഹ്ലീലിന്റെയും മന്ത്രധ്വനികൾ ഉരുവിട്ട പരിശുദ്ധമായ ഖുർആൻ പാരായണം ചെയ്യപ്പെട്ട അല്ലാഹുവിന്റെ വേണ്ടി 4 പതിറ്റാണ്ട് കാലം സുജൂദ് ചെയ്യപ്പെട്ട ആ പരിശുദ്ധമായ ഭവനം പൊളിച്ച് നീക്കപ്പെട്ടതിന്റെ ഓർമ്മ അനുഭവിക്കുന്ന ഈ സമയത്ത് പ്രിയപ്പെട്ടവരെ, അല്ലാഹു തആല വിശുദ്ധമായ ഖുർആനിലൂടെ പറയുന്നുണ്ട്, ഏറ്റവും വലിയ അക്രമി എന്ന് പറയുന്നത് ആരാ? ومن أظلم ممن منع مساجد الله أن يذكر فيها اسمه وسعى في خرابها.
ഏറ്റവും വലിയ അക്രമി എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ പള്ളികൾ പൊളിക്കപ്പെടുന്ന ആളുകളാണ്. അള്ളാഹുവിന്റെ പള്ളികൾ നിസ്കരിക്കാതിരുന്ന ആളുകൾക്ക് തടസ്സം നിൽക്കുന്ന ആളുകളാണ് ഏറ്റവും വലിയ അക്രമി എന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു യമനിലേക്ക് പോയപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്, നീ ആരെയും ആക്രമിക്കരുത് മുആദേ, കാരണം അക്രമിയുടെ ദുആ അല്ലാഹു തആല പെട്ടെന്ന് സ്വീകരിക്കും. അവന്റെയും അള്ളാഹുവിന്റെ ഇടയിൽ ഒരു മറയുണ്ടാവില്ലല്ലോ. അതുകൊണ്ട് ആ അക്രമിയുടെ ദുആഇനെ നീ സൂക്ഷിക്കണമെന്ന് മഹാനായ മുആദ്, ആക്രമിക്കപ്പെട്ടവന്റെ ദുആഇനെ സൂക്ഷിക്കണമെന്ന് മുആദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി തആല പറഞ്ഞെങ്കിൽ, പ്രിയപ്പെട്ടവരെ, ഇന്ന് മുസ്ലിം സമൂഹം എല്ലാ സ്ഥലങ്ങളിലും ആക്രമിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. എത്രയോ പള്ളികൾ പൊളിക്കപ്പെട്ടു, എത്രയോ പള്ളികൾ പൊളിക്കാൻ വേണ്ടിയിട്ട് വെമ്പൽ കൊണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഡൽഹി ജുമാ മസ്ജിദ് അടക്കം പല പള്ളികൾക്കും അവകാശവാദവുമായി വന്നുകൊണ്ടിരിക്കുകയാണ്. വഖഫിന്റെ സ്വത്ത്, ആ സ്വത്ത് മുസ്ലിമീങ്ങളായ ആളുകൾ പോലും നിസ്സംഗതയോട് കൂടിയിട്ട് ആരെങ്കിലും കൊണ്ടുപോയിക്കോട്ടെ, നമുക്കെന്താ കാര്യമെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ആ പരിശുദ്ധമായ ഭൂമികൾ അവിടെ പോലും ശിർക്ക് ചെയ്യപ്പെടുന്ന ഒരു അവസ്ഥ അത് വരുമ്പോൾ നമുക്കൊരു വേദനയും ഇല്ലെങ്കിൽ, പ്രിയപ്പെട്ടവരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ കാവൽ നമ്മുടെ നാട്ടിൽ ഉണ്ടാകുമോ എന്നുള്ളത് നമ്മൾ വളരെയധികം ഗൗരവപൂർവ്വം ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് മുസ്ലിം ഉമ്മത്തിന് വേണ്ടി ദുആ ചെയ്യുന്നതോടൊപ്പം ഇത്തരത്തിലുള്ള തിന്മകൾക്കെതിരെ നമ്മെ കൊണ്ട് കഴിയുന്ന രൂപത്തിൽ നമ്മൾ പ്രതികരിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കൊക്കെ ഈമാൻ അനുഗ്രഹിക്കുമാറാകട്ടെ. ഫലസ്തീനിൽ 2 മാസമായിട്ട് ആംനസ്റ്റി ഇന്റർനാഷണലിന്റെ കണക്ക് പ്രകാരം 2 മാസത്തോളായിട്ട് പുല്ലുകൾ കഴിച്ചുകൊണ്ടാണ് അവിടെയുള്ള ക്യാമ്പുകളിൽ കഴിയുന്ന പാവപ്പെട്ടവരായ ആളുകൾ 2 മാസത്തോളമായി പുല്ലാണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന. ആലോചിക്കുന്ന സഹോദരങ്ങളെ, നമ്മളൊക്കെ സുഭിക്ഷമായ ഭക്ഷണങ്ങൾ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഫലസ്തീനെ പറ്റി ഓർക്കാൻ, അവരെ പറ്റി ചിന്തിക്കാൻ പോലും നമുക്ക് മനസ്സില്ല. അവരെ പറ്റി പറയുമ്പോൾ പോലും ഇതിപ്പോ ഇങ്ങനെ എല്ലാ ആഴ്ച ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയേണ്ടതുണ്ടോ എന്നവരെ പ്പെട്ട പലരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് അവർക്കൊക്കെ വേണ്ടി ദുആ ചെയ്യുക. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനെ ഇസ്സത്തിലാക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന മുഴുവൻ ആളുകളുടെ പ്രയാസങ്ങളും വിഷമങ്ങളും അല്ലാഹു തആല നീക്കി റാഹത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ മഹല്ലംഗങ്ങളായ എല്ലാ കുടുംബങ്ങളുടെയും മുഴുവൻ വിവരങ്ങളും കളക്ട് ചെയ്യുന്നതിന് വേണ്ടിയും, അതുപോലെ വോട്ടേഴ്സ് ലിസ്റ്റ്, ജനറൽ ബോഡി അംഗങ്ങളുടെ ലിസ്റ്റുകൾ തയ്യാറാക്കാൻ വേണ്ടിയും മഹല്ല് സെൻസസ് എടുക്കുന്നതിനുള്ള ഫോറം വിതരണം ചെയ്യുന്നുണ്ട്. അത് വാങ്ങി കൃത്യമായിട്ട് പൂരിപ്പിച്ച് ഫോട്ടോയും ഒട്ടിച്ച് 2024 ഡിസംബർ 31 മുമ്പ് തിരികെ ലഭിക്കണമെന്ന് കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചിട്ടുണ്ട്. ആ വിഷയങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുറാദ് ഹാസിലാകാൻ വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. അത്യാസന്നതയിൽ കഴിയുന്ന ഒരു രോഗിക്ക് വേണ്ടി ദ്വാരക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഭാര്യയുടെ അസുഖം മാറാൻ, മരണപ്പെട്ടു പോയ കാരണവന്മാർക്ക് വേണ്ടി ദുആ ചെയ്യാൻ, ഉമ്മാടെ രോഗം മാറാൻ ഒക്കെ സംഭാവനകൾ നൽകിയിട്ടുണ്ട്. അല്ലാഹു തആല അവരുടെ സ്വതക്ക സ്വീകരിക്കുമാറാകട്ടെ. പ്രയാസങ്ങൾ അനുഭവിക്കുന്ന എല്ലാവരുടെ വിഷമങ്ങൾ അല്ലാഹു തആല നീക്കുമാറാകട്ടെ. അല്ലാഹു ആ സഹോദരങ്ങളുടെ അസുഖങ്ങളെല്ലാം നീ ശിഫയാക്കി കൊടുക്കണേ റഹ്മാനെ. അത്യാസങ്ങളിൽ കഴിയുന്ന ആ രോഗിക്ക് നീ പരിപൂർണ്ണ ശിഫാ നൽകണേ റബ്ബേ. മഹല്ലിൽ ഒരുപാട് ആളുകൾ പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരുടെ നീ സലാമത്ത് നൽകണേ അല്ലാഹ്. കുറച്ചവരെ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്ന പല ആളുകളുണ്ട്, സാമ്പത്തികമായ ക്രൈസിസ്, അതുപോലെ പലതരത്തിലുള്ള പ്രയാസങ്ങൾ, കടങ്ങൾ, മറ്റ് വിഷമങ്ങളുള്ളവർ, മാനസികമായ ടെൻഷനുകൾ അനുഭവിക്കുന്നവർ എല്ലാവർക്കും ഈ സലാമത്തിന്റെ പാത തുറന്നു നൽകണേ റഹ്മാനെ. ഈമാനോടെ ഞങ്ങളൊക്കെ നീ മരിപ്പിക്കണേ അല്ലാഹ്. റഹ്മത്തിക യാ അർഹമർ റഹീം.